നമസ്കാരം. എൻ്റെ ഇന്നത്തെ യാത്ര, ഇപ്രാവശ്യത്തെ യാത്ര എന്ന് പറയുന്നത് മരതക ദ്വീപായ ശ്രീലങ്കയിലേക്കാണ്. നമ്മുടെ അടുത്ത നാടായ ശ്രീലങ്ക. കേരളം പോലെ തന്നെ സുന്ദരവും മനോഹരമായ അവിടുത്തെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വാഹ്. ഹോട്ടലിലെത്തി അല്പവിശ്രമത്തിന് ശേഷം നഗര കാഴ്ചകളിലേക്ക് ഇറങ്ങി. ഞങ്ങളുടെ ഡ്രൈവർ ചെറിയ ചാറ്റൽ മഴയിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. ഇരുപുറത്തുമുള്ള ബിൽഡിങ്ങുകളും മറ്റും കണ്ട് നഗരമധ്യത്തിലെ ഈ വലിയ ആലൊക്കെ കണ്ട് ഇങ്ങനെ ഞങ്ങൾ യാത്രയിടാൻ ഞങ്ങളുടെ കൂടെയുള്ള ഗ്രൂപ്പിനെ കണ്ട് വേറെ ഒരു സ്ഥലത്താണ്, അവരുടെ അടുക്കലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമ്മളടുത്ത് കാണുന്ന ലോട്ടസ് ടവറാണ്. ഇതാണ് ഇവിടുത്തെ ലോട്ടസ് ടവർ എന്നറിയപ്പെടുന്ന വലിയ ടവർ. ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരുമായി കണ്ടുമുട്ടാനിടയായത്. കാരണം ഞാൻ വന്നത് വേറെ ഫ്ലൈറ്റിലും അവർ വന്നത് വേറെ ഫ്ലൈറ്റിലുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ വെച്ച് അവരുമായി സന്ധിച്ചു. ഇവിടെ എല്ലായിടത്തും എൻട്രി ഫീസ് അതുപോലെയൊക്കെ ഉള്ളത് ഭയങ്കര തുകയാണ്. ഇതിൻ്റെ മുകളിൽ കയറുന്നതിന് ഏകദേശം 7000 ലങ്കൻ റുപ്പീസ് എങ്ങാണ്ട് കൊടുക്കണം. 7000 5000 കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഇതിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. പിന്നീട് ഞങ്ങൾ അവിടെ നിന്നും അടുത്ത സ്ഥലമായ ബീച്ച് സിറ്റിയിലേക്കാണ് പോയത്. അതായത് ഇപ്പോൾ ചൈന പോർട്ട് പണിതുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്താണ്. ഇതിൻ്റെ ഒരു സൈഡിലാണ് ചൈന ശ്രീലങ്കയിൽ പോർട്ട് പണിതുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബീച്ച് സിറ്റിയിലേക്കുള്ള ഈ വഴി മനോഹരമാണ്. അവിടുത്തെ യാത്ര മനോഹരമായിരുന്നു. ബീച്ചിനരികെ കൂടിയാണ് പോകുന്നത്. പുതിയ പുതിയ ബിൽഡിങ്ങുകളുണ്ട്, പുതിയ പുതിയ ഹോട്ടലുകൾ ഉയർന്നു വരുന്നുണ്ട് ഇവിടെ. ഇതാണ് ബീച്ച് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം. ഇവിടെ കുറച്ച് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെയാണുള്ളത്. 20 സ്ഥലത്തും ധാരാളം കടകളൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തിനും ഇവിടെ നല്ല വിലയാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരു ചായക്ക് 250 ശ്രീലങ്കൻ റുപ്പീസ് കൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഓരോ സ്പോർട്സ് ആക്ടിവിറ്റികൾക്കുമൊക്കെ നല്ല ചാർജ് ഇവർ ഈടാക്കുന്നുണ്ട്. ഈ ശ്രീലങ്കയിലെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് തന്നെ ടൂറിസം ആയതുകൊണ്ട് വരുന്ന ടൂറിസ്റ്റുകളെ അവർ നന്നായി പിഴിയുന്നുണ്ട് എന്ന് വേണേൽ പറയാം. മാത്രമല്ല അവിടുത്തെ ജീവിത ചെലവും കൂടുതലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇതുപോലെ ചാർജ് ചെയ്യുന്നത്. എന്തായാലും അവിടുത്തെ കാഴ്ചകളുമൊക്കെ കണ്ട് ഞങ്ങൾ ഇത്രയും പേരടങ്ങുന്നതാണ് ഈ ഗ്രൂപ്പ്. ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ ഈ ബീച്ചിനടുത്തൂടെ തന്നെയാണ് ഈ റെയിൽവേ ലൈൻ പോകുന്നത്. മനോഹരമായ കാഴ്ച. അതായത് കടൽ തീരത്തിൽ കൂടെ തന്നെയാണ് റെയിൽവേ ലൈനുമുള്ളത്. കടലും ട്രെയിനും ഒരുമിച്ച് നമുക്ക് കാണാമെന്നുള്ളതാണ് പ്രത്യേകത. ഇന്ന് രണ്ടാമത്തെ ദിവസത്തെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. സിഗുരിയാർ റോക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. സിഗുരിയാർ റോക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, രാവണക്കോട്ട എന്ന ശ്രീലങ്കയുടെ ഒരു പ്രധാന ഇതാണ് മുഖമുദ്ര. എല്ലാവരും ശ്രീലങ്ക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ആ ഒരു വലിയ പാറയാണ് രാവണൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന ആ പാറ. അതിൻ്റെ മുകളിൽ കുറേ നിർമ്മിതികളൊക്കെ ഉണ്ടായിരുന്നു. ഫോർട്ടുകൾ, നീന്തൽ കുളങ്ങൾ, മറ്റ് ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ബുദ്ധപൂർണിമയോടുള്ള ആഘോഷങ്ങളാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മാസക്കാലം മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന റോഡിലെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. എല്ലാ മുക്കിലും മൂലയിലും ആൾക്കാർക്ക് ഇവർ ഫ്രീ ആയിട്ട് ഭക്ഷണം, ഐസ്ക്രീം, പാനീയങ്ങൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കാരണം ഭയങ്കര ട്രാഫിക് ജാമാണ്. അത് വാങ്ങാൻ വേണ്ടി വളരെ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇന്ന് ഇവിടെയും ഭയങ്കര തിരക്കാണ് ഈ പാറയുടെ മുകളിൽ കയറാൻ. അപ്പോൾ പാറയുടെ മുകളിൽ കയറാൻ 5000 ശ്രീലങ്കൻ രൂപയാണ് ഒരാൾക്ക് ചാർജ്. കയറി ഇറങ്ങി വരണ ഏകദേശം 3 മണിക്കൂറാണ് നോർമലായിട്ട് പറയുന്നത്. 1200 പടിക്കെട്ടുകൾ കയറിയാൽ മാത്രമേ അതിന് മേളിൽ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ കയറൽ ഒഴിവാക്കി. അപ്പോൾ ഇവിടുത്തെ ഓട്ടോക്കാർ നമ്മളെങ്ങനെ കൊണ്ടുപോയി പല വ്യൂ പോയിൻറ്റ്സിൽ നിന്ന് കാണിക്കും. 4500 രൂപയ്ക്ക് 3 പേരെ കൊണ്ടുപോകും. ഞങ്ങൾ പിന്നെ ബാർഗൈൻ ചെയ്ത് ഒരാൾക്ക് 1000 രൂപ വെച്ച്. ഇതാണ് ആദ്യത്തെ വ്യൂ പോയിന്റിൽ നിന്നുള്ള രാവണക്കോട്ടയുടെ ദൃശ്യം. സിഗുരിയാർ റോക്കിൻ്റെ ആദ്യത്തെ ദൃശ്യം ഇതാണ് ഒരു ഭാഗത്തു നിന്നുള്ളത്. ഓട്ടക്കാരൻ ഞങ്ങളെ എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം 7ഓളം വ്യൂ പോയിന്റ് കൊണ്ടുപോയി പാറയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് മനോഹരമായി കാണാൻ പറ്റി. ഓരോരോ സ്ഥലത്ത് ഇവർ കൊണ്ടുപോകും. ഇത് വനമേഖലയും കൂടിയാണ്. അതിനുള്ളിൽ കൂടെയുള്ള യാത്ര. കുറേ ഓഫ് റോഡുണ്ട്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലം, അത് ആനപ്പിണ്ടമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ഇലക്ട്രിക് വേലിയൊക്കെ ചുറ്റുമുണ്ട് ആന വരാതിരിക്കാൻ വേണ്ടി. ഇത് പാറയുടെ വേറൊരു ഭാഗത്തു നിന്നുള്ള ദൃശ്യമാണിത്. ആൾക്കാർ കയറുന്നത് കാണാം, ക്യൂ ആയി നിൽക്കുന്നതാണ് കാണുന്നത്. ക്യൂ അല്ല, കയറിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഭയങ്കര ഉയരമുള്ളതാണ്. 1200 പടിക്കെട്ടുകൾ കയറണം.
ഭയങ്കര തിരക്കുള്ള ദിവസവുമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ പതിയെയാണ് ആൾക്കാർ കയറി ഇറങ്ങി വരുന്നത്. സമയം കുറേ എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടത്തുകാർക്ക് ഇന്ന് പ്രത്യേകിച്ചും ബുദ്ധമതക്കാരായതുകൊണ്ട് തന്നെ ബുദ്ധപൂർണിമയോടനുബന്ധിച്ച് അവർ ഇതിൻ്റെ മുകളിൽ കയറാൻ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടെന്ന് വേണേൽ പറയാം. ശ്രീലങ്കയിലെ മിക്കവാറും എല്ലാ ജനങ്ങളും ഇപ്പോൾ വീട്ടിലല്ല, എല്ലാവരും നമുക്ക് നിരത്തുകളിൽ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ഈ ഫ്രീ ഭക്ഷണങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ ലഭിക്കുന്നത് കൊണ്ട് എല്ലാവരും അവിടെ വന്ന് വാങ്ങുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്നതാണ്. റോഡ് മുഴുവൻ അതുകൊണ്ട് പലയിടത്തും ബ്ലോക്കാണ്. ഇത് കൊടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിട്ട് ആൾക്കാർ അത് വാങ്ങിക്കാനായിട്ട് പോകുന്നതും കാണാം, ക്യൂ നിൽക്കുന്ന കാണാം. നീണ്ട ക്യൂ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തൊരു വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയാണ്. ഇവിടെ നിന്നും നമുക്ക് ഇവിടെ ഒരു മനോഹരമായ ദൃശ്യമുണ്ടായിരുന്നു. ഇവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡൊക്കെ ഉണ്ട്. ഇവിടെ അവർക്ക് രാത്രികാലങ്ങളിൽ വിശ്രമിക്കാനുള്ളൊരു ഏറുമാടം സംവിധാനമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അടുത്തൊരു വേറൊരു വ്യൂ പോയിന്റിലേക്കാണ് ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയേക്കുന്നത്. ഇത് കാട്ടിനകത്ത് ഒരു പാറയുടെ മുകളിൽ കയറി വേണം കാണാൻ. അപ്പോൾ തന്നെ ഈ രാവണക്കോട്ടയുടെ ദൃശ്യവും കാണാം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു പാറയുണ്ട്, ടെമ്പിൾ റോക്ക് എന്നറിയപ്പെടുന്നത്. ഒന്ന് ടെമ്പിൾ റോക്കും പിതൃങ്കല എന്നാണ് അത് അറിയപ്പെടുന്നത് ഇവരുടെ ഭാഷയിൽ. അത് കാണാൻ പറ്റും. അതുപോലെ ഈ സിഗിരിയ റോക്കും കാണാൻ പറ്റും. പാറയുടെ വിവിധ ആംഗിളുകൾ നമുക്ക് കാണാവുന്നതാണ്. ഈ ഓട്ടോയിൽ വരുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നത് പാറയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഓട്ടോക്കാർക്ക് ഇതൊരു ഉപജീവന മാർഗമാണ്. ധാരാളം ഓട്ടോ ഇവിടെ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി. അവർക്കാകുമ്പോൾ ഫോറസ്റ്റ് ഗാർഡുകളോടൊക്കെ സംസാരിച്ച് അകത്തൊക്കെ കയറി വിവിധ വ്യൂ പോയിന്റുകൾ. കേരളത്തിൽ ഇതുപോലെ കുറേ പാറയുണ്ട്. ഇതുപോലെ കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കയറാനുള്ള സംവിധാനം ഉണ്ടാക്കിയ നല്ലതായിരുന്നു. അപ്പോൾ അതിൻ്റെ മേളിലാളുണ്ട്. ഇത് നമ്മൾ മുമ്പേ കണ്ട പാറയല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പാറയാണ് ഈ കാണുന്നത്, ടെമ്പിൾ റോക്ക്. ഇത് ഭയങ്കര വലിയ പാറയാണ്. അതിന് മേലെ ആൾക്കാർ നിൽപ്പുണ്ട്. ഉണ്ടോ ആൾക്കാർ നിൽക്കുന്നത്? ഇതിൻ്റെയൊക്കെ മുകളിൽ കയറിയിട്ട് ഇറങ്ങി വരണമെങ്കിൽ കുറേ സമയം പിടിക്കും. വീണ്ടും യാത്ര തുടരുകയാണ്. ഈ റോഡുകളൊക്കെ വളരെ മോശമാണ്. വെള്ളമൊക്കെ നന്നായിട്ട് ഒഴുകി മോശമായ റോഡ്. ഇത് വേറൊരു ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇത് ഇങ്ങനെ ഏകദേശം 7 സ്ഥലങ്ങളിൽ നമ്മുടെ ഓട്ടോ ചാട്ടം നമ്മളെ കൊണ്ട് ഇതെല്ലാം കാണിച്ചു. ഇത് മറ്റേ പാറ, ഓപ്പോസിറ്റുള്ള പിതൃങ്കല എന്ന് പറയുന്ന പാറ. അതിന് മുകളിലും ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ, ഇത് പിതൃങ്കല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലാൻഡ് റോക്ക്. വെള്ളത്താമര ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഇതാണ് വെള്ളത്താമര. സെക്കൻഡ് ഡേ സ്റ്റേ. ഇത് റിസോർട്ടാണ്. ഞങ്ങൾ രാത്രിയിലാണ് വന്നത്. കുറേ ഏരിയ ഉള്ള ഒരു റിസോർട്ടാണ്. ആംബിയൻസൊക്കെ നല്ല ആംബിയൻസാണ്. സെക്കൻഡ് ഡേയിൽ സ്റ്റേ അടിപൊളിയാട്ടോ. മറ്റേ എന്താ പറയുക, മരത്തിൻ്റെ മേലുള്ള വീട് പോലത്തെ സംഭവമാണിത്. എല്ലാം തടി കൊണ്ടുള്ള ഇത് നല്ല സെറ്റപ്പ്. ഒരു സിറ്റ് ഔട്ട്, പോർട്ടിക്കോ, അടിപൊളി ബെഡ് എല്ലാം ഉള്ള. ചുറ്റും മരങ്ങളെല്ലാം സെപ്പറേറ്റാണ്. എല്ലാവരും പല സ്ഥലങ്ങളിൽ. ഇവയൊക്കെ ഇതിൻ്റെ വഴിയൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി താമസിച്ച ട്രീ ഹൗസാണ് ഈ കാണുന്നത്. ട്രീ ഹൗസ് പോലെയുള്ള ഹൗസ്. ഇവിടെ എക്കോ ഫ്രണ്ട്ലി ഒരു റിസോർട്ടായതിനാൽ എല്ലാം തടി കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടാണ് കൂടുതലും ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ മനോഹരമാണ്. ശാന്തമായ അന്തരീക്ഷം, നല്ല കിളികളുടെയൊക്കെ സൗണ്ടും കേട്ട് രാവിലെ എഴുന്നേറ്റൊരു മണ്ണാനയും ഉടുമ്പിനെയും ഒക്കെ നമുക്ക് കാണാം. റിസോർട്ടാണ്. മുഴുവൻ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് എപ്പോഴും നല്ല തണുത്ത കാറ്റും നല്ല വായുവുമുള്ള സ്ഥലം. വളരെ രസകരമാണ്. മരങ്ങളെല്ലാം ഉണ്ട്. കൂടാതെ ഫാമിംഗ് ഉണ്ട് ഇവർക്ക്. എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ ആളിതാ വന്നിവിടെ തൂത്തൊക്കെ ഒരു ചേച്ചി ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്. വേറെ വെണ്ട. ഇവിടെ
ഇവിടെ ഉണ്ടാക്കുന്നവർ നമുക്ക് ഉണ്ടാക്കുന്ന ഫുഡിൽ കറികളൊക്കെ പച്ചക്കറികളെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതായത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു കൂടാരോ. ഇതാണ് ഇവിടെ റിസപ്ഷൻ. ഇവരുടെ കൊണ്ടുവരാനുള്ള ഗേറ്റ്. നാച്ചുറൽ പോണ്ട് എക്കോ ഹോം ഗാർഡൻ നോക്കിയാൽ നമുക്ക് അത് നോക്കിയിട്ട് വരാം. ഇവിടെ പൈനാപ്പിൾ കൃഷിയുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്. നാരകത്തിൻ്റെ വകുപ്പിൽപ്പെട്ടാണ്. പേരയുണ്ട്, പേരക്ക, മാതളമുണ്ട്. നാച്ചുറൽ പോണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ഏതായാലും മനോഹരമായ കാഴ്ചകളായിരുന്നു ഇവിടെ നമുക്ക് ഈ റിസോർട്ടിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. തൽക്കാലം ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായിട്ട്, ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരാം. അതുവരെ ബൈ.